വബറകാതുഹു. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ്. ഇതെന്റെ മാത്സ് ടെക്സ്റ്റ് ബുക്കിലെ ലെസൺ 5 ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടി എന്നുള്ള ലെസണിലെ ഒരു ചെറിയൊരു ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് വൈ സെഡ്. ഈ എക്സിന്റെ വൈയുടെയും സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇതൊരു ട്രയാങ്കിൾ. ഈ പുറത്തേക്ക് വരച്ചിട്ടുള്ള ലൈനാണ് ഒരു എക്സ്റ്റീരിയർക്ക് വരച്ചിട്ടുള്ള ലൈന്. അപ്പൊ ഇത് എക്സ്റ്റീരിയർ ആംഗിൾ ആണിത്. ഉദാഹരണം, നമ്മളിപ്പോ ഒരു ട്രയാങ്കിൾ വരച്ച് അതിന്റെ പുറത്തേക്ക് ഒരു ലൈൻ വരച്ചെങ്കിൽ ഇത് എക്സ്റ്റീരിയർ ആംഗിൾ എന്നാ പറയാ. ഇതിനെ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ഉണ്ട്, ഇതിന് എക്സ്റ്റീരിയർ ആംഗിൾ എന്നാ പറയാ. പിന്നെ ഇത് വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾ ആണിത്. എക്സ് ഇല്ലേ, ഇത് വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ഇത് എന്ന് പറയുന്നത് ലീനിയർ പേരാണ്. പക്ഷെ ഇത് നമ്മൾ ഈ ചാപ്റ്ററിലാണ് എടുക്കുന്നില്ല. ഇത് മുമ്പത്തെ ചാപ്റ്ററിത്താണ്. ഇത് ലെസൺ 4 ലൈൻസ് ആൻഡ് ആംഗിൾ ഇട്ടത്. അത് ഞാൻ പിന്നെ ഒരു ദിവസം വീഡിയോ ചെയ്തതായിരിക്കും. അപ്പൊ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. ഈ എക്സിന്റെയും വൈയുടെയും സെഡിന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒറ്റ ഒരു ആംഗിളെ തന്നിട്ടുള്ളൂ. നമുക്ക് ആംഗിൾ 10. ഇപ്പൊ ഇവിടെ ആംഗിൾ 10 ഗിവൺ ആംഗിൾ ഈക്വൽ ടു ആംഗിൾ 10. ഇവിടെ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ബുദ്ധിമുട്ട് ആവശ്യമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. കാരണം ഇത് വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുകളിലത്തെ ഈ ആംഗിൾ 10 ഇല്ലേ, ഈ 10ന്റെ താഴെയുള്ള ആംഗിൾ, അതായത് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ എക്സ് ആണ്. ഈ എക്സ് ഈ ആംഗിൾ 10 തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ 10 ഒന്നും കൂടി മനസ്സിലാക്കി തരാം. ഇതിന് പറയുന്ന പേരാണ് വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പൊ ആംഗിൾ നമ്മളിങ്ങനെ എഴുതേണ്ട ആവശ്യമല്ല, നമുക്ക് ഇങ്ങനെ എഴുതാം. ആംഗിൾ എക്സ് ഈക്വൽ ടു 10. ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി, നമുക്ക് 10 ആയിട്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കാവുന്ന, നമുക്കിത് രണ്ടിൽ ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇപ്പൊ ഞാൻ കണ്ടുപിടിക്കുന്നത് വൈയുടെ വാല്യൂ ആണ്. നമുക്കെന്ന് പറയുന്ന സമയത്ത് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി, ഒരു പേരുണ്ട്, ആംഗിൾ സം പ്രോപ്പർട്ടി എന്നാണ് ഇതിന്റെ പേര്. അതായത് ഒരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിന്റെ 3 സൈഡും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 180 കിട്ടണം. 180 കിട്ടണം. അതായത് 180 കിട്ടാത്ത ആംഗിൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രയാങ്കിൾ അല്ല. 180 എന്നുള്ളത് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡും നമ്മൾ ആഡ് ചെയ്താൽ കിട്ടുന്ന ഒരു നമ്പറാണ് 180. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ആംഗിൾ സം പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. നമുക്കിവിടെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ എഴുതണേ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. നമുക്കിവിടെ ആംഗിൾ എക്സിന്റെ വാല്യൂ കട്ടി നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് ഈ 3 ആംഗിളും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ സെഡ് നോക്കണ്ട, ഇത് എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. 2 ഇത് നോക്കി കഴിഞ്ഞാൽ 180 കിട്ടണം. അതായത് നമുക്കപ്പോ ആംഗിൾ വൈ 180 എടുക്കണം. ആംഗിൾ വൈ 180 നമുക്ക് കിട്ടിയ വാല്യൂ എക്സ് മൈനസ് 10 ഈക്വൽ ടു 170. എല്ലാവർക്കും അറിയാം 170. ഇനി ഇവിടെ 2 പാർട്സ് ഉണ്ട് ഇവിടെ. ഇത് കിട്ടിയിട്ടില്ല, നമുക്കിത് കിട്ടിയിട്ടില്ല, അത് കിട്ടണം. 170 ഡിവൈഡഡ് ബൈ എക്സ് വൈ സെഡ്. ഇവിടെ ഒരു പി എന്നൊരു ആംഗിൾ കൂടി ഉണ്ട്, ഞാൻ എഴുതാൻ മറന്നു പോയതാണ്. ഇവിടെ പി അല്ലെങ്കിൽ 3 ആംഗിൾ ആവൂല, അപ്പൊ 2 ആംഗിൾ ആവൂല, അല്ലെങ്കിൽ എനിക്ക് തെറ്റിയതാണ്, സോറി. അപ്പൊ 170. ഇനി പിയുടെ വാല്യൂം സെഡിന്റെ വാല്യൂം കണ്ടുപിടിക്കണം. വൈയുടെ വാല്യൂ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 170 കിട്ടി നമുക്ക്. ഇനി നമുക്ക് ഈ 10 മൈനസ് 170 ഡിവൈഡഡ് ബൈ ഇതിന്റെ വാല്യൂ കൂടി കിട്ടാനുള്ള നമുക്ക് 170 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു, നമുക്കിപ്പോ അതിന്റെ ആൻസർ കിട്ടാന്ന് പറയുന്നത് 85 ആണ്. നമുക്കിവിടെ ചെയ്ത് നോക്കാം. 85 85 plus 85
70 170. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിവിടെ 85 കിട്ടി. രണ്ട് സൈഡിലും എനിക്ക് 85 ഇത് കൊടുക്കാം. ഇപ്പം നോക്കി കൂട്ടാം. 85 170 പ്ലസ് 10 180. ക്ലിയർ ആയില്ലേ? 85 നമുക്ക് കിട്ടിയത് 170 ആണ്. 170 പ്ലസ് 10 180. ഞാൻ പറഞ്ഞില്ലേ, ഒരു ട്രയാങ്കിളിലെ 3 സൈഡിൽ നിന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സം എന്ന് പറയുന്നത് 180 ആയിരിക്കും. അതാണ് ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എഴുതി കൊടുക്കാം ആംഗിൾ സം പ്രോപ്പർട്ടി. പ്രോപ്പർട്ടിന് നമ്മൾ ഷോർട്ട് ഫോം ആക്കിയത് PPTY എന്നാണ്. ഇനി നമുക്ക് സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇത് നല്ല എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി ആണ്. എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ആംഗിൾസ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ഇന്റീരിയർ ആംഗിൾ, അതായത് എക്സും വൈയും, ഇത് രണ്ടും പ്ലസ് ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് ആംഗിൾ സെഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 85 പ്ലസ് 10 95. അപ്പൊ 95. അപ്പൊ നമുക്ക് ആംഗിൾ എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടി 95. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.